അനുദിനം യേശുവിനോടൊപ്പം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു കൊമ്പിന് മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ട് സ്വയമായി ജീവിക്കാൻ കഴിയില്ല. മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്നിടത്തോളം മാത്രമാണ് അതിന് ജീവനും പോഷണവും ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും ഫലവും കർത്താവായ യേശുവുമായുള്ള ബന്ധത്തിലാണ് ഉളവാകുന്നത്. യേശുവാണ് നമ്മുടെ ജീവൻ്റെ ഉറവിടം. യേശു പറഞ്ഞു, ഞാൻ മുന്തിരിവള്ളി. കർത്താവ് തന്നെയാണ് നമ്മുടെ ജീവൻ്റെ ഉറവിടം. ഈ ലോകം നമ്മോട് പറയുന്നത് നമ്മുടെ കഴിവിലും സമ്പത്തിലും ബന്ധങ്ങളിലും ആശ്രയിക്കാനാണ്. എന്നാൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് വേർപെട്ടാൽ നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ ആത്മീയ ഫലം ഉണ്ടാകില്ല എന്ന സത്യമാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്നു, പരിശ്രമിക്കുന്നു, പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ എല്ലാത്തിനുമുപരി ക്രിസ്തുവിനോട് നാം എപ്പോഴും ചേർന്ന് നിൽക്കണം. നമ്മുടെ ഓരോ ദിവസത്തിലും യേശുവിന് സ്ഥാനം നൽകുന്ന ജീവിതമാണ് കർത്താവിൽ വസിക്കുന്ന ജീവിതം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവ ഇഷ്ടം അന്വേഷിക്കുക. പ്രശ്നങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്ക് ലഭിക്കുന്ന വിജയങ്ങളിൽ കർത്താവിന് മഹത്വം നൽകുക. ക്രിസ്തുവുമായുള്ള ബന്ധം കൂടുതൽ ആഴപ്പെടുമ്പോൾ നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും മാറിത്തുടങ്ങും. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, യേശുവിൽ വസിക്കുന്ന ജീവിതം ഫലം കായ്ക്കും. യേശു പറയുന്നു, അവൻ വളരെ ഫലം കായ്ക്കും. കൊമ്പ് മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് ഫലം കായ്ക്കുന്നത്. ക്രിസ്തുവിൽ വസിക്കുന്ന ജീവിതത്തിൽ ആത്മീയ ഫലമുണ്ടാകും. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ്. നമ്മിൽ സ്നേഹം വളരും, സന്തോഷം ഉണ്ടാകും, സമാധാനം വളരും, സൗമ്യത ഉണ്ടാകും, വിശ്വാസം വളരും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആത്മപരിശോധന നടത്താം. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വഭാവം കൂടുതൽ കാണപ്പെടുന്നുണ്ടോ? ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമ്മെ കാണുന്നവർക്ക് ക്രിസ്തുവിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം ശോധന ചെയ്യാം. എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ഈ ബന്ധം വേർപെടുത്താതെ എപ്പോഴും ക്രിസ്തുവിൽ വസിക്കാനാണ്. കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ടാൽ അത് ഉണങ്ങിപ്പോകും. അതുപോലെ ക്രിസ്തുവിനെ കൂടാതെയുള്ള നമ്മുടെ പ്രവൃത്തികൾ ഒരിക്കലും നിലനിൽക്കില്ല. കർത്താവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നത് നാം എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് സാഹചര്യങ്ങൾ എങ്ങനെയായാലും യേശുവിനെ മുറുകെ പിടിക്കാം. പ്രശ്നങ്ങൾ വന്നാലും ക്രിസ്തുവിൽ വസിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോഴും ക്രിസ്തുവിൽ വസിക്കാം. വിജയം ലഭിക്കുമ്പോഴും ക്രിസ്തുവിൽ വസിക്കാം. പരാജയം നേരിടുമ്പോഴും ക്രിസ്തുവിൽ വസിക്കാം. നമ്മുടെ ശക്തി സാഹചര്യങ്ങളിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നാണ്. യേശുവിൽ വസിച്ച് വളരെ ഫലം കായ്ക്കുന്ന ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അങ്ങിൽ എപ്പോഴും വസിക്കാൻ
അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി നന്ദി. ഏത് സാഹചര്യത്തിലും കർത്താവെ അങ്ങിൽ ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഏകാഗ്രതയുള്ള ഒരു ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളിലും ഞങ്ങൾ അങ്ങിലും വസിച്ചുകൊണ്ട് വളരെ ഫലം കായ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.